സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ഓക്കെ, സോ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് കിർച്ചോഫ് ലോ ആണ്, കിർച്ചോഫ് വോൾട്ടേജ് റൂൾ. ഫൈൻ, അതാണ് ഇതിൻ്റെ സബ് ടോപ്പിക് ആയിട്ട് നമ്മൾക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ആണല്ലോ. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ഇൻ ദ ഗിവൺ ഫിഗർ ദ ചാർജ് സ്റ്റോർഡ് ഇൻ 6 മൈക്രോഫാരഡ് കപ്പാസിറ്റർ when point capital A and capital B are joined by a connecting wire എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 6 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള ഈ ഒരു കപ്പാസിറ്ററിൻ്റെ അക്രോസ് സ്റ്റോർഡ് ആയിരിക്കുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫൈൻ. സോ ഞാൻ ഇതിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സബ് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് കിർച്ചോഫ് വോൾട്ടേജ് റൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഞാൻ ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം, ഈ ഒരു സിറ്റുവേഷന് ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ റീഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ ഒരു സർക്യൂട്ടിനകത്ത് 9 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റഡി വോൾട്ടേജ് വരുന്നത് കൊണ്ട് നമ്മൾക്കറിയാം ഈ ഭാഗം റിമൂവ് ചെയ്യപ്പെടും, ഈ ഭാഗവും റിമൂവ് ചെയ്യപ്പെടും. സോ കറണ്ട് ഫ്ലോ ചെയ്യാൻ പോകുന്നത് ഈ 6 ഓം റെസിസ്റ്റൻസിനകത്തൂടെയും അതുപോലെ തന്നെ 3 ഓം റെസിസ്റ്റൻസിൻ്റെ അകത്തൂടെയും ആയിരിക്കും. സോ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 വോൾട്ട് ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എത്രയാണ്? 9 ഓം തന്നെയാണ്. സോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ കറണ്ട് ആയിരിക്കും ഇതുവഴി ഫ്ലോ ചെയ്യുക. സോ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 6 ഓം റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 6 വോൾട്ട് ആയിരിക്കും. സോ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അക്രോസ് ഡ്രോപ്പ് ആകുന്ന എത്ര ആയിരിക്കും? 3 വോൾട്ട് ആയിരിക്കും. സോ ഇവിടെ എത്ര വന്നു? 3 വോൾട്ട് വന്നു. സോ ഇവിടെ 6 വോൾട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 6 വോൾട്ട് തന്നെയായിരിക്കും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇതിൻ്റെ അക്രോസ് 3 വോൾട്ട് ആണെങ്കിൽ ഇതിൻ്റെ അക്രോസ് എത്രയായിരിക്കും? 3 വോൾട്ട് തന്നെയായിരിക്കും. ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല കേട്ടോ, ഒന്നുമേ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് ഈ 6 മൈക്രോ ഫാരഡ് ഉള്ള ആ ഒരു കപ്പാസിറ്ററിൻ്റെ അക്രോസ് സ്റ്റോർഡ് ആയിട്ടുള്ള ചാർജ് എത്രയാണെന്നല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷനാണ് Q = CV. സോ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ വന്നു, കറണ്ടിൻ്റെ ഇത് വന്നു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്ററിനകത്തെ ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. സോ Q = CV. സോ ഇവിടെ C എന്ന് പറയുന്നത് എത്രയാണ്? 6 മൈക്രോ ആണ്. സോ 6 × 10⁻⁻6 ഇൻറ്റു വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 6 വന്നു അല്ലേ. സോ 6 ആർ 36 ഇൻറ്റു 10⁻⁻6 കൂളും എന്ന് വന്നു. സോ നമ്മുടെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മൈക്രോ കൂളുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 36 മൈക്രോ കൂളും എന്ന് നമ്മൾക്ക് ആൻസറിലോട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ 6 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 36 മൈക്രോ കൂളും എന്ന് വരും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 മൈക്രോഫാരഡിൻ്റെ അക്രോസ് എത്രയായിരിക്കും? 3 3s are 9 മൈക്രോ കൂളും ചാർജ് ആയിരിക്കും എന്ത് ഇതിനകത്ത് സ്റ്റോർഡ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?